അടുത്തയിടെ ഈ മധ്യ കേരളത്തിൽ അധിവസിക്കുന്ന ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഡാമുകളുടെ തകർച്ച. ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ അധിവസിക്കുന്ന ആളുകൾ വളരെ ഭീതിയോടുകൂടി വീക്ഷിക്കുന്ന ഒരു ഡാമാണ് 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം. 2021 യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പഠനപ്രകാരം അപകടസ്ഥിതിയിലായ ഡാമുകളിൽ ഒന്ന് മുല്ലപ്പെരിയാർ ആയിരുന്നു. ഈ 2023 ലിബിയയിൽ ഡാമുകൾ തകർന്ന് ഏകദേശം 20,000-ഓളം ആളുകൾ എന്നാണ് പറയപ്പെടുന്നത്. ഔദ്യോഗിക കണക്കുകൾ അത്രയുമില്ല. ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ സ്വത്തുവകകൾ നഷ്ടപ്പെട്ടു, ജനജീവിതം ദുസ്സഹമായി. ആ ഒരു അവസരത്തിൽ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ ലോകത്ത് ആകമാനം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടത്തിലായിട്ടുള്ള ഡാമുകൾ ഉള്ളത് ഇന്ത്യയിലും ചൈനയിലുമാണ്. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം അവർ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. കാരണം ഇത് 126-127 വർഷങ്ങൾ പഴക്കമുള്ള ഡാമാണ്. സാധാരണ ഒരു ഡാമിൻ്റെ പഴക്കം കാലപരിധി 60 വർഷങ്ങളൊക്കെ ആയിട്ടാണ് പറയുന്നത്. തന്നെയുമല്ല, പഴയ ഒരു സാങ്കേതിക വിദ്യയിൽ ഊന്നി പണിത ഒരു ഡാമാണ്. അതുകൊണ്ട് ഇതൊരു അപകട സാധ്യതയുള്ളൊരു ഡാമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ കുറേ വർഷങ്ങളായിട്ടുള്ള ഈ പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന രീതിയുടെ മുൾമുനയിലാക്കിയിരിക്കുന്ന വലിയൊരു ഭീഷണിയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം. അതുകൊണ്ട് ഇരു സംസ്ഥാനങ്ങളും, കേരളവും തമിഴ്നാടും, ചർച്ച ചെയ്ത് ഉചിതമായൊരു പരിഹാരം ഇതിന് കണ്ടെത്തണം. പുതിയൊരു ഡാം നിർമ്മിക്കുകയും ജലവിനിയോഗത്തെക്കുറിച്ച് തമിഴ്നാടിന് ഒരിക്കലും ഒരു കോട്ടം വരാത്ത രീതിയിലുള്ള തീരുമാനമൊക്കെ എടുത്ത് എത്രയും അടിയന്തരമായി ജനങ്ങളെ ഈ ഭീഷണിയിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർക്കുണ്ട്. ഞാൻ സൂചിപ്പിച്ചു, ഇത് ബാധിക്കുന്ന ജില്ല ഇടുക്കി ജില്ല, കോട്ടയം ജില്ല, ആലപ്പുഴ ജില്ല, അതുപോലെ എറണാകുളം ജില്ല. ഏകദേശം 35 ലക്ഷത്തോളം ആളുകൾ ഇത് തകർന്നാൽ ബാധിക്കും. തകരുമെന്നല്ല, തകർന്നാൽ ബാധിക്കും. നമുക്ക് ആപത്ത് മുന്നിൽ കണ്ടുകൊണ്ട് ആവശ്യമായ മുൻവിധികൾ എടുത്തില്ല എങ്കിൽ ലോകത്ത് പല രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുള്ള അപകടങ്ങൾ ഇവിടെയും ഉണ്ടായാൽ പിന്നീട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ ബന്ധപ്പെട്ടവർ ഇതിൽ ഉചിതമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകണം. ഒരു സമരങ്ങൾ കൊണ്ടോ, കുറേയധികം സമരങ്ങളെല്ലാം ഈ മേഖലയിൽ നേരത്തെ നടന്നിട്ടുള്ളതാണ്. അതൊന്നുമല്ല ഇതിൻ്റെ ഒരു പരിഹാരം. ഇതിൻ്റെ പരിഹാരം ക്രിയാത്മകമായ ശാസ്ത്രീയമായ പരിഹാരമാണ്. അതിന് ബന്ധപ്പെട്ട മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.